ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞത് അവർ ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം നടത്തി, മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ പോലീസും അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നും അവർ ഈ പറയുന്ന പോലെ ഇരുട്ടറയിൽ തന്നെയാണ്. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലോജിക്കലി അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് ഒരു നോർമൽ ചിന്താഗതിയിൽ അതിനെ വീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. കാരണം വളരെയേറെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേയേറെ വകുപ്പുകളാണ് ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കാരണം അവർ അവിടെ ചെന്നിട്ട് മറ്റൊരാളുടെ അവകാശമാണ് അവർ എന്ത് മതം സ്വീകരിക്കണം, അത് ഏത് മതത്തിൽ ഫോളോ ചെയ്ത് പോകണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആർക്കും ആരെയും ഈ നാട്ടിൽ നിർബന്ധിപ്പിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേർക്കാനുള്ള അവകാശം ഈ നാട്ടിൽ ആർക്കുമില്ല. അതിന് ഒരു മതപണ്ഡിതനും അതില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഈ രണ്ട് കന്യാസ്ത്രീകളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെടുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഒരു പുരുഷനുമാണ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നതെന്നാണ് മാധ്യമങ്ങൾ വഴി അറിയാൻ സാധിച്ചത്. ആ സാഹചര്യത്തിലേക്ക് ഏറ്റവും തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ അവിടെ എത്തുകയും അവർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്തതിനപ്പുറം അവർക്ക് തോന്നിയ ഡൗട്ടുകൾ അവർ മറ്റു പോലീസ് അംഗങ്ങളെ വിളിച്ചു വരുത്തി. ഛത്തീസ്ഗഡിന്റെ ഒരു രീതി നമുക്കറിയാം, അവിടെ BJP ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്നൊരു ആക്ഷൻ നമുക്കവിടെ പ്രതീക്ഷിക്കാൻ സാധിച്ചു. കാരണം അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ ബജറംഗ് ദളിന്റെ ആളുകൾ അവർ മർദ്ദിക്കുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ പോലും പുറത്തു വന്നിട്ടും അവർക്കെതിരെ ഒരു ആക്ഷനോ ഒരു നിയമ നടപടിയോ എടുത്തിട്ടില്ല. അവർ എന്തിനെയോ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടു എന്നതായിരിക്കും ചിലപ്പോൾ അവർ പറയുന്ന തിയറി. പക്ഷെ ഇതിനകത്ത് ഇപ്പോഴും നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു പുറം മാത്രമാണ് പുറം ലോകത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇതിന്റെ മറ്റു കുറെ പുറം ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ 24 ന്യൂസിൽ പോലും വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ ന്യൂസ് ലേഖകൻ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടെ നിന്ന് കണ്ടെത്തി. കാരണം ഈ പറയുന്ന പെൺകുട്ടികൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തിന്റെ അനുവാദത്തോടു കൂടി തൊഴിൽ തേടിയിട്ടാണ് അവർ പോയത്. കാരണം ഇവരെല്ലാരും തന്നെ വീട്ടുവേലകളും കൂലിവേലകളും ചെയ്താണ് ഇവിടുത്തെ പെൺകുട്ടികൾ പോലും ജീവിക്കുന്നത്. കാരണം വിദ്യാഭ്യാസപരമായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കുന്ന ദുരവസ്ഥയും അവരുടെ രീതികളും നമ്മൾ പല രീതികളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ആവർത്തി പറഞ്ഞതുമാണ്. അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും അവരുടെ സാംസ്കാരികപരമായിട്ടുള്ളതുമായിട്ടുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് വളരെ വ്യക്തമായ രീതിയിൽ പ്രകടമാവുന്ന ഒരുപാട് തെളിവുകൾ പുറം ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഈ പറയുന്ന ഒരു തൊഴിലിലേക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം നൽകാം, അതിനെ പഠനത്തിലേക്ക് ഉപയോഗിക്കാം, അതിനെ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് അവർക്കൊരു തൊഴിൽ നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നതെന്നാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള വശമായിട്ട് സംസാരിക്കുന്നത്. അവരുടെ ഭാഗമായിട്ട് പറയുന്നത് ഇതാണ്. പക്ഷെ മറുവശത്ത് പറയുന്നത് അവരെ നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്താനുള്ള ഒരു ശ്രമം അവിടെ നടന്നു എന്നാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ അവരുടെ വശം മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്നും മുഴങ്ങിക്കേൾക്കുന്നത്. കാരണം അവിടുത്തെ ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും രാഷ്ട്രീയ ചുറ്റുപാടും അങ്ങനെയുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ പോയി നമുക്ക് ഇടപെടാനും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുവാനും. കാരണം ഒരാൾക്കും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ നാട്ടിൽ ആർക്കും ആരെയും മതപരിവർത്തനം നടത്തുവാനുള്ള അവകാശവുമില്ല. അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യമാണ്, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. താൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ്. ഇനി ഒരുപക്ഷെ ഈ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ പറയുന്നത് പോലെ അവിടെ ഈ പറയുന്നവർ അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശിക്ഷാർഹമായ ഒരു കാര്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ നിയമ നടപടികൾ തന്നെയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനൊന്നും ഒരു തരത്തിലും എന്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. പക്ഷേ വെറുതെ ഒരു മറ്റൊരു മതസ്ഥയാണ് എന്ന ഒറ്റ കാരണത്താൽ അവരുടെ മേലെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് ഒരു വിഷയം കിട്ടിയപ്പോൾ ആ ഒരു സമുദായത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഈ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് എങ്കിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണമാണ് അവിടെ വേണ്ടത്. പക്ഷെ ആ വളരെ കൃത്യമായ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ സർക്കാരോ അവിടുത്തെ പോലീസ് സംഘങ്ങളോ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ളതായിരിക്കും, അത് എത്രത്തോളം നീതിയുക്തമായിട്ടുള്ളതായിരിക്കും എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം.
കാരണം ഇനി ഈ വിഷയത്തിന്മേൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം, ഇതിൽ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ കോടതി ഇതിൽ ഇടപെടുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ വിഷയത്തിന്മേൽ വളരെ ശക്തമായ ഒരു അന്വേഷണം നടക്കണം. ഇനി അവർ പറയുന്നത് പോലെ, ബജറംഗ് ദളിന്റെ പ്രവർത്തകർ പറയുന്നത് പോലെ അവിടെ അവർ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ തക്കതായ ശിക്ഷ ഈ പറയുന്നവർക്ക് കൊടുക്കുക തന്നെ വേണം. ഇനി അവർ ഒരുപക്ഷെ ഇത്തരത്തിൽ ആരോപണ വിധേയത്തിന്റെ പുറത്ത്, ഒരു സംശയത്തിന്റെ പുറത്ത് അവർ ഈ പറഞ്ഞ രീതിയിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ ഇപ്പോൾ അനുഭവിച്ച അവരുടെ യാതനയ്ക്ക് ഇതിന് പിന്നിൽ നിന്നിട്ടുള്ള ബജറംഗ് ദളിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് തക്കതായ ശിക്ഷ, ഞാൻ പറഞ്ഞതുപോലെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം അവർക്ക് തക്കതായ ശിക്ഷ നൽകണം. ഇനി ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും അവകാശമില്ല. ഒരു പൊതുജനത്തിനെ കയ്യേറ്റം ചെയ്യാൻ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനും അവകാശമില്ല. അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കോടതിയുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ നിയമ സംഹിതയ്ക്കകത്ത് ഉള്ള ഒരു വിഷയമാണ്. അതിന്മേൽ മറ്റൊരു സംഘടനയുടെ പ്രവർത്തകർ അവരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ, ഇനി അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്കെതിരെയും കൃത്യമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ നാട്ടിൽ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വശമുണ്ട്. ഇവിടെ പോലീസിംഗ് ഉണ്ട്, ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, അതുവഴി കറക്റ്റ് ആയിട്ട് പോകും. അല്ലാതെ ഇവിടെ ആരും പോലീസിംഗ് എടുത്ത് അത് ജനത്തിന് മേലെ ഫോഴ്സ് ചെയ്യാൻ ഇവിടെ ഒരു സംഘടനയ്ക്കും ഇന്ത്യക്കകത്ത് അനുവാദം കൊടുത്തിട്ടില്ല. അത് കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു മാതൃക തന്നെയാണ് നിലവിൽ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒന്നു ചേരുന്ന ഒരിടമാണ്. നമ്മുടെ നിയമം എല്ലാവർക്കും തുല്യം തന്നെയാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷത്തിനുമേരെയുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, അതായത് കേരളത്തിൽ ഈ പറഞ്ഞ ഒരുപാട് മീഡിയകളും എതിർപക്ഷ പാർട്ടികളും വിഷയം ഉയർത്തി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ മധുര പലഹാരങ്ങൾ നൽകുന്നു, കേക്ക് മുറിക്കുന്നു, പക്ഷെ അവർ വടക്കേ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് ഇവിടെ ഈ പ്രഹസനം നടത്തുന്ന എന്നൊരു ചോദ്യം പല തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. കേരളം കുറച്ചും കൂടി രാഷ്ട്രീയപരമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും സാക്ഷരതയുടെ കാര്യത്തിലായാലും നമ്മൾ ഉയർന്നു നിൽക്കുന്നവരാണ്. നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ വളരെയേറെ എന്താ പറയാ, ഒരു വിഷയത്തിന്മേൽ ഇവിടെയുള്ള ഏതൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആൾ ഇടപെടുമ്പോഴും അതിന്റെ ഉള്ളും നേരും തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ എല്ലാവരും ഇടപെടുക. പക്ഷെ ആ ഒരു സമീപനം നമുക്ക് വടക്കേ ഇന്ത്യകളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ രണ്ടിടങ്ങളിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. കാരണം അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമല്ല കേരളത്തിൻ്റെത്. അതിൽ നിന്നും ഒരുപാടൊക്കെ വ്യത്യസ്തപ്പെടുന്ന, വളരെയേറെ ഭീതി ജനത്തുന്ന, വളരെയേറെ ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള സംഘടനകളുടെ അമിതമായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ ഭരണത്തിന്മേൽ പോലുമുള്ള ഇവരുടെ സ്വാധീനങ്ങളും അവിടുത്തെ ശരിയായ ജനാധിപത്യത്തെ പോലും ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ വിഷയത്തിന്മേൽ, ഞാനിപ്പോ ഈ വിഷയത്തിന്മേൽ ഉന്നയിച്ച് ഇത്രയും സംസാരിക്കുമ്പോഴും ഞാൻ എന്റെ കറക്റ്റ് പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഈ പറഞ്ഞ കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ശക്തമായ നടപടി നിയമം വഴി എടുക്കുക തന്നെ വേണം. ഇനി ഒരുപക്ഷെ അവർ ഒരു തരത്തിലും തെറ്റ് ചെയ്തില്ല, അവർ വെറുതെ ഈ ഒരു വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതിന് കാരണക്കാരായിട്ടുള്ള ബജറംഗ് ദളിന്റെ പ്രവർത്തകർക്കെതിരെ ഇതേ രീതിയിൽ തന്നെ ഇവർക്കെതിരെ, ഞാൻ ആദ്യം പറഞ്ഞത് അവർക്കെതിരെ, അവർ തെറ്റ് ചെയ്യാതെയാണ് അവരെ ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും അതിശക്തമായ നിയമ നടപടിയുമായിട്ട് അവിടുത്തെ സർക്കാർ മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പൊ എന്തായാലും ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ. നമുക്ക് മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.